ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡാണ് പറയാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7. ലാലേട്ടൻ വന്ന് ഒരു നായ്ക്കുട്ടിയുമായിട്ടാണ് ലാലേട്ടൻ കയറിയിട്ടുള്ളത് ബിഗ് ബോക്സിലേക്ക്. റോബോട്ട് നായ്ക്കുട്ടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് ഈ ഒരു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് പണിപ്പുരയും മറ്റുള്ള കാര്യങ്ങളും സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും ഓരോരുത്തരെക്കുറിച്ചും ഓരോരോ പേരുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കിട്ടലിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ ശൈലി പേരിടൽ ചടങ്ങ് അക്ബറെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ ഒരു പേരിട്ടത്. ഞാൻ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രേണുസുധിൻ്റെ അടുത്തും ആ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചൊന്ന് മോശമായി തോന്നി. പിന്നെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു രേണുസുധിൻ്റെ അടുത്ത് ഈ അക്ബറിൻ്റെ അടുത്തും ലാലേട്ടൻ ഇനി അങ്ങനെയുള്ള പേരുകളോ മറ്റുള്ളത് ഒന്നും ഇടണ്ട, ഇനി നമ്മൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പേരുകളും ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പണിപ്പുര ടാസ്കും പിന്നെ ഈ ഒരു പുരയിൽ ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്നത് ഇതിലും വലിയ ഒരു പണിയാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വീക്കെൻഡിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് രേണുസുധി കഴിഞ്ഞ ആഴ്ച എടുത്തു വെച്ച ആ ഒരു വീഡിയോയും മറ്റുള്ള കാര്യങ്ങളും ലാലേട്ടൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രേണുസുധിനെ വാണിംഗ് കൊടുത്ത് വിടുന്നുണ്ട്. ചെയ്തത് എന്തായാലും തെറ്റാണ്. ഈ ഒരു രേണുസുധി എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു രേണുസുധി ചെയ്തത് ഉറപ്പായിട്ട് തെറ്റായ ഒരു കാര്യമാണ്. നമ്മുടെ ബിഗ് ബോസിൽ ഈ ഒരു ലൈവും മറ്റുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ആവശ്യമില്ലാത്ത വീഡിയോകളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത ആഴ്ചത്തേക്കും ചെയ്തു എന്നാണ് പറയുന്നത്. ഇല്ല ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാൽ പോലും ചെയ്തു വെച്ചിട്ടുണ്ടാകാം, സാധ്യത കൂടുതലാണ്. ഈ ഒരു രേണുസുധിക്ക് ചെറിയൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്, ചെറു പണിയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്നാൽ പോലും അവർ ആ ഒരു ഇതൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഷാനവാസിനാണെങ്കിൽ അസുഖങ്ങളും മറ്റുള്ള മെഡിസിനുകൾ എടുക്കുന്നുണ്ട് എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഷാനവാസിൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഒരു വ്യക്തിക്ക്. ഷാനവാസിൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അത് ഷാനവാസിക്കുള്ള ഇഷ്ടമാണ്, നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഷാനവാസൊക്കെ പോരട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷാനവാസ് എല്ലാ ടാസ്കുകൾക്കും ഓൾറെഡി അറിയാലോ, ടാസ്കുകളൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനിയാണ് പണിപ്പുരയിൽ പണികൾ കൂടുതലായിട്ട് വരാൻ പോകുന്നത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിൽ എല്ലാം കൊണ്ടും സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം കിട്ടലായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ബിഗ് ബോസ് ടോക്ക് നിർത്തുകയാണെങ്കിൽ സപ്പോർട്ട് കിട്ടും. ബൈ ബൈ.